അവരൊന്ന് ചിരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. തകർന്നു വീണ തങ്ങളുടെ ഭവനങ്ങൾക്ക് മുന്നിൽ എല്ലാ പ്രതിസന്ധിയുടെയും ദുഃഖത്തിൻ്റെയും കനകഭാരങ്ങൾ ഉള്ളിലൊതുക്കി മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകൾക്ക് ചുവട്ടിലിരുന്ന് അവർ നോമ്പ് തുറക്കുകയാണ്. ഒരു കാരക്കച്ചീള് കൊണ്ട് പരസ്പരം ഊട്ടിയും വിശ്വാസം ദൃഢമാക്കാൻ നമസ്കാരങ്ങളിൽ ഏർപ്പെട്ടും അവർ മുന്നോട്ടു പോകുന്ന സമയം. 1.5 വർഷം നീണ്ട ക്രൂരമായ വേട്ടയാടലുകളിൽ നിന്നും മോചനം ലഭിച്ച 1.5 മാസം. ആ 1.5 മാസം ഗാസ ചിരിക്കുകയായിരുന്നു. നോമ്പെടുക്കണം, പെരുന്നാളിനെ വരവേൽക്കണം, ഏത് ദുഃഖത്തിലും സന്തോഷിക്കാൻ കഴിയുമെന്ന് നനച്ചിരിക്കുന്ന സമയത്താണ് അശനിപാതം പോലെ വീണ്ടും മരണം കുന്നുകൂടിയത്. രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഇസ്രയേലിൻ്റെ 22 യുദ്ധവിമാനങ്ങൾ ഇരച്ചുപാഞ്ഞത് പാവപ്പെട്ട ഗാസ നിവാസികളുടെ തലക്ക് മുകളിലായിരുന്നു. ജനവാസ മേഖലകളിൽ തുടരെ ആ യുദ്ധവിമാനങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തീ തുപ്പി. നിമിഷ നേരം കൊണ്ട് 400-ലധികം ഫലസ്തീനികളാണ് ഗാസയിൽ ഒരൊറ്റ രാത്രി കൊണ്ട് മാത്രം കൊല്ലപ്പെട്ടത്. ലോകമനസാക്ഷിയുടെ നെഞ്ചിലേക്കുള്ള ബോംബ് വർഷം കൂടിയായി അത് മാറി. വിശുദ്ധ ബദർ ദിനത്തിൻ്റെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന പകലിരവുകളിൽ ഗസക്കാർ കരയുകയായിരുന്നു. ഈ ദിനം തന്നെ ഉഗ്രമായ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നെഞ്ചിലേക്ക് അവർ മുന്നറിയിപ്പ് കൊടുക്കാൻ കൂടി ഇസ്രയേൽ എന്ന കട്ടാള രാഷ്ട്രത്തിന് കഴിഞ്ഞു. ആ കൊലയാളി രാഷ്ട്രം പിന്നെ ചിരിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഈ ആക്രമണത്തിന് ഇസ്രയേലിനെ പ്രേരിപ്പിച്ച ഘടകമെന്ന് നിരീക്ഷിക്കുമ്പോഴാണ് ഇസ്രയേലിന് സമാധാനത്തിലോ നൈതികതയിലോ മാനുഷിക പരിഗണനയിലോ അല്ല, സ്വരാജ്യത്തെ രാഷ്ട്രീയത്തിൽ മാത്രമാണ് താല്പര്യമെന്ന് മനസ്സിലാവുക. ഹമാസ് തടവിലാക്കിയ ബന്ധികളുടെ മോചനം കൂടുതൽ എളുപ്പമാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ഈ ആക്രമണമത്രേ. എന്നാൽ ഇതൊരു കാരണമായി ഇസ്രയേൽ പറയുന്നുണ്ടെങ്കിലും ഇസ്രയേലിനകത്തെ തിളക്കുന്ന രാഷ്ട്രീയമാണ് ഈ ആക്രമണത്തിന് നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഖത്തർ ഇടപെടലിൽ സമാധാന ശ്രമങ്ങൾ നടക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഇസ്രയേൽ രാഷ്ട്രം തിളച്ചു മറിഞ്ഞു. ഇത്രയധികം മനുഷ്യരെ കൊന്നിട്ടും നേട്ടം കൈവരിക്കപ്പെടാത്ത ഭരണകൂടം ഒടുവിൽ ഹമാസിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി കീഴടങ്ങി എന്നുവരെ ഉൾപ്പാട്ടി രാഷ്ട്രീയത്തിൽ ചർച്ചകൾ ഉയർന്നു. നെതന്യാഹു വീണ്ടും സമ്മർദ്ദത്തിലായി. മന്ത്രിസഭയിലെയും സർക്കാരിലെയും ഈ പോര് ഭരണകക്ഷിയിലെ തന്നെപ്പെട്ട മറ്റ് തീവ്രകക്ഷികളുടെ രാഷ്ട്രീയ ആയുധമാവുകയും ചെയ്തു. നെതന്യാഹുവിന് തീവ്രത പോരെന്ന വാദക്കാർ സർക്കാരിനെതിരെ തിരിഞ്ഞു. നേരത്തെ പുറത്താക്കിയ ഇറ്റാമർ ബെൻഗറ്റിനെ വീണ്ടും സർക്കാരിൽ ചേർക്കേണ്ടി വന്നു നെതന്യാഹുവിന്. തീവ്ര വലതുപക്ഷ കക്ഷികളിൽ നിന്ന്, പ്രത്യേകിച്ച് ധനമന്ത്രി ബസാലേൻ സ്മോട്രിച്ചിൽ നിന്നുള്ള സമ്മർദ്ദം മറികടക്കാൻ നെതന്യാഹു പാടുപെട്ടു. ചർച്ചകൾ നടത്തുകയല്ല, ആക്രമണം കടുപ്പിക്കുകയാണ് വേണ്ടതെന്ന നിർദ്ദേശം നെതന്യാഹുവിന് സൈന്യവും നൽകി. കടുത്ത നിലപാടുകാരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം, ഒപ്പം ഇതുവഴി സർക്കാരിനെ സ്ഥിരപ്പെടുത്താനും ദേശീയ ബജറ്റിൻ്റെ അംഗീകാരം ഉറപ്പാക്കാനും മുന്നിൽ നിൽക്കുന്ന സാധ്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുവാനും ഈ നീക്കം നെതന്യാഹുവും ലക്ഷ്യമിട്ടു. അതിനുള്ള ഏക പോംവഴിയായിരുന്നു ഈ ആക്രമണം പോലും. എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും മറികടന്ന്, എല്ലാ മധ്യസ്ഥർക്ക് നൽകിയ വാക്കുകളും ലംഘിച്ച് ഇസ്രയേൽ ആക്രമിച്ചു. ഇറ്റാമർ ബെൻഗിൻ നെതന്യാഹുവിൻ്റെ സഖ്യ സർക്കാരിൽ വീണ്ടും ചേർന്നതോടെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഭരണകൂടത്തിൻ്റെ വലതുപക്ഷ പിന്തുണ ശക്തിപ്പെടുത്താനും നെതന്യാഹുവിന് കഴിഞ്ഞു. ഇസ്രയേലിനിത് രാഷ്ട്രീയമാണ്, പക്ഷേ തകർന്നടിയുന്നത് സമാധാനത്തിൻ്റെ പുതിയ ഏടുകളാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയാണ്. പിടിച്ചുവെച്ച തടവുകാർ ഇപ്പോഴും ഹമാസിൻ്റെ കൈകളിലാണ്. അവരുടെ മോചനം എന്നതിനപ്പുറം ഗാസയുടെ സുരക്ഷയും അതിജീവനവും അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ഇപ്പോഴും വിലങ്ങുതടിയാണ്. ലോകത്തിന് മുൻപിൽ ഇനിയൊരു യുദ്ധമുണ്ടാകരുതെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം കൂടി ഇവിടെ ലംഘിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇത് ട്രംപ് സ്പോൺസർ ചെയ്തതാണെന്നും പറയാം. കാരണം ഹൂത്തികളെ ആക്രമിച്ച് അമേരിക്ക രംഗത്ത് വന്നതോടെ ട്രംപിൻ്റെ വാദങ്ങൾ പോലും വെറും പൊള്ളയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഭാഗത്ത് ഹൂത്തികൾക്കെതിരെ ട്രംപും വാളെടുത്തതോടെ ആ ആവേശത്തിൽ ഇസ്രയേലും ആ വഴിയിലൂടെ സഞ്ചരിച്ചു എന്ന് വേണമെങ്കിലും പറയാം. ഏതായാലും ഗാസ വീണ്ടും നരകതുല്യമാകുമ്പോൾ എന്താണ് ഇനി എന്നതാണ് ഗസയുടെ ഭാവി.